നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നമ്മൾ സംസാരിക്കുന്നത് വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കൊലപ്പെടുത്തിയ കേസിൽ ഇന്നലെ കോടതിയുടെ വിധി വന്നു. 2011 കേരളത്തിലെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം നടക്കുന്നത്. 2 വർഷത്തിന് ശേഷം കേരളത്തിൽ ഈ പ്രമാദമായ കേരളം ചർച്ച ചെയ്ത ഈ വിഷയത്തിൽ ഈ കേസിൽ വിധി പറയുമ്പോൾ ഒരു നിരാശയുണ്ടാകുന്ന തരത്തിലുള്ള വിധിയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. അതിൽ പ്രതി അർജുനെ കോടതി വെറുതെ വിട്ടു. തെളിവുകളുടെ അഭാവം, പ്രോസിക്യൂഷന് ഈ കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് കോടതി ഇന്നലെ വിധി പ്രസ്താവിച്ചുകൊണ്ട് കട്ടപ്പന അതിവേഗ കോടതി വിധി പറഞ്ഞത്. ഈ വിഷയത്തെക്കുറിച്ചാണ് ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദാവൂദ് സാർ, വളരെ ഞെട്ടലോടെ ഹൃദയവേദനയോടെ നമ്മൾ കേട്ട ഒരു വാർത്തയായിരുന്നു. 6 വയസ്സുകാരിയുടെ ആദ്യം അതൊരു കൊലപാതകമാണെന്ന് പോലും മനസ്സിലായിരുന്നില്ല. അതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ പെൺകുട്ടി 3 വയസ്സ് മുതൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ലയത്തിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ മക്കളാണ്. അധികം പ്രിവിലേജ് ഒന്നുമില്ലാത്ത സാധാരണക്കാർ, പാവപ്പെട്ട മനുഷ്യരാണ് അവരൊക്കെ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ഈ വിധി വരുമ്പോൾ ഈ പ്രതിക്ക് ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നേരെ മറിച്ചാണ്. പ്രോസിക്യൂഷന് കുറ്റം തെളിയിക്കാനായില്ല. ആരുടെ വീഴ്ചയാണ്? അല്ല, കോടതി വിധിയിലെ ഇങ്ങേര് തെറ്റ് ചെയ്തില്ല എന്നുള്ളതല്ല. കോടതി വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസിക്യൂഷന് തെളിയിക്കാൻ പറ്റിയില്ല. കേസ് അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചകളുണ്ടായിരുന്നു. അതാണ് അതിൽ ഏറ്റവും ഗൗരവപ്പെട്ടിട്ടുള്ള കാര്യം. അതിൽ അക്കമിട്ട് നമ്പറിട്ട് പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അതിലേറ്റവും വിചിത്രമായി തോന്നിയൊരു കാര്യം, ഇപ്പോൾ ആ കുട്ടിയുടെ ആ മുറിയിലെ കട്ടിലുണ്ടായിരുന്ന കിടക്കവിരി, അതേമാതിരി കുട്ടിയുടെ വസ്ത്രം, ഇതൊക്കെ ശേഖരിച്ചപ്പോൾ അത് സീൽ വെച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആവശ്യമായ തെളിവുകൾ ഒന്നും തന്നെ സമാഹരിക്കുവാൻ, പ്രതിയുടെ മൊഴിയിൽ ഉള്ളത് പ്രകാരം സാക്ഷിമൊഴികളുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ കൊറോബറേറ്റ് ചെയ്യാൻ പറ്റുന്ന എവിഡൻസസ് ഇഷ്ടം പോലെ ശേഖരിക്കാവുന്നതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ശേഖരിക്കാമായിരുന്നു. അതൊന്നും പോലും ശേഖരിച്ചില്ല. അപ്പോൾ ഈ പ്രതിഭാഗം പ്രധാനമായി വാദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊഴികളും മറ്റുമൊക്കെ എന്താണ് ഫോഴ്സ്ഫുള്ളി പറയിപ്പിച്ച കാര്യങ്ങളാണ്. അതിനെ നിഷേധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തെളിവും കൊണ്ടുവരാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ പ്രോസിക്യൂഷനോ സാധിച്ചില്ല എന്നുള്ള ഒരു വിമർശനം എന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ. അപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം അതിന് മുമ്പിൽ വരുന്ന തെളിവുകൾ വെച്ചിട്ട് ഒരു വിധി പ്രസ്താവന നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ പ്രൊഫഷണലി ഈ കുറ്റം നടന്നതായി തെളിയിക്കുന്നതിലും ഇന്ന കുറ്റവാളിയാണ് ഇത് ചെയ്തത് എന്ന് തെളിയിക്കുന്നതിലും ഒരു പ്രൊഫഷണൽ ഫെയിലിയർ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഈ കോടതി വിധിയുടെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതിൽ പ്രതി ശിക്ഷിക്കപ്പെടുന്നില്ല. ഈ പ്രതി എന്ന് പറയുന്ന ആൾ ഈ അർജുനാണ് അല്ലയോ എന്നൊക്കെ അത് വേറെ കാര്യം. ഇത്ര തന്നെയാലും അർജുൻ നിരപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് ആർക്കും അഭിപ്രായമില്ല. പക്ഷെ ഒരു പ്രതി ഉണ്ടാവുമല്ലോ. ആ കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷമാണ് അവരുടെ ഈ ലൈംഗിക പീഡനത്തിന് അവരിരയായിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നു. അതും പ്രൊഫഷണലി മനസ്സിലാക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവരോട് ക്രൂരത ചെയ്ത ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒന്നിലധികം മനുഷ്യർ, അവരെ കണ്ടെത്തുക, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഈ പണി ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസികളുടെ ഉത്തരവാദിത്തമാണ്. പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്, പ്രോസിക്യൂഷൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ ഈ സംവിധാനങ്ങളെല്ലാം അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇന്നലത്തെ കോടതി വിധിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റേറ്റാണ്, സംസ്ഥാന സർക്കാരാണ് ഈ വീഴ്ചയ്ക്ക് ഉത്തരവാദി. അവരതിനെ ഗൗരവത്തിലെടുത്ത് ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ഇനി ഓഫ് കോഴ്സ് ഒരു പുനരന്വേഷണം നടത്തുക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി ഏൽപ്പിക്കുക എന്ന് വിചാരിക്കുക. ഈ പറയുന്ന തെളിവുകളൊന്നും സമാഹരിക്കാൻ, പ്രത്യേകിച്ച് പലതരം ഫോറൻസിക് വാല്യൂ ഉള്ള പലതരം എവിഡൻസസ് ഇതിനകം മിസ്സായി കഴിഞ്ഞിട്ടുണ്ടാവും. അതൊന്നും സമാഹരിക്കാൻ ഇനി പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിവേ, രേഷ്മ പറഞ്ഞ മാതിരി വളരെ ഹംബിൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുന്ന ഒരു കുടുംബത്തിലുള്ള ഒരു കുഞ്ഞ് ഈ നിലക്ക് പീഡിപ്പിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. പക്ഷേ സമാനമായ നിരവധി സാഹചര്യങ്ങൾ ഇത്തരം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കുടുംബങ്ങൾ അല്ലെങ്കിൽ ഇരകളുടെ കാര്യത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത്, അത് വാളയാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഇടുക്കിയിൽ തന്നെയുള്ള സൂര്യനെല്ലി കേസിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമുള്ള കാര്യമാണ്. ഇതിനകത്ത് ഈ വെറുതെ വിടപ്പെട്ട ഈ പ്രതി, അദ്ദേഹം ഒരു DYFI പ്രവർത്തകനാണ് എന്നാണ് പറയുന്നത്. അതുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളത് ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. അവർ സമരമായിട്ടൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിച്ഛായ നഷ്ടമാണ്.
ഇതിപ്പോൾ ഇദ്ദേഹം DYFI-കാരനായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് ഒരു പ്രചാരണായുധങ്ങൾ ലഭിക്കുകയാണ്. അതുകൊണ്ട് സർക്കാർ അല്പം കൂടെ ഉണർന്ന് പ്രവർത്തിക്കണം. ഈ വന്ന വീഴ്ചകൾക്ക്, പാളിച്ചകൾക്ക് ആരാണ് ഉത്തരവാദി എന്ന് കണ്ടെത്തുക എന്നുള്ളത് കൂടെ സർക്കാരിൻ്റെ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. യെസ് നിഷാദ്, നമ്മളിപ്പോൾ പലപ്പോഴും ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ സംഭവിക്കുന്ന ഇത്തരം കേസുകൾ നമ്മുടെ ദൈനംദിന വാർത്താ ജീവിതത്തിൽ നമ്മൾ ഇടപെടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന ധാരാളം കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രതി തന്നെ ഇരയെ കൊലപ്പെടുത്തിയ വാർത്ത കഴിഞ്ഞിടെയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ കേരളത്തിൽ ഇത് നിരന്തരം ഇങ്ങനെ എന്തുകൊണ്ട് ആവർത്തിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ ഈ കേസ് തന്നെ ഒരു പോക്സോ കേസ് എത്രമാത്രം ഗൗരവത്തോടെ കൊണ്ടുപോകണം അന്വേഷണത്തിൽ, അതിനെ എത്ര ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കോടതി തന്നെ വിധി പ്രസ്താവത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ അന്വേഷണത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ കാലതാമസമുണ്ടായി, വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തിയിട്ടില്ല, അങ്ങനെ കൃത്യം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംശയിക്കുന്നു പോലും കോടതി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയിൽ സംശയമുണ്ടെന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് സംഭവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. രേഷ്മ, ഇപ്പം ഇന്നലത്തെ കോടതി വിധി കേൾക്കുമ്പോൾ എല്ലാവർക്കും നിരാശയും കുറച്ചൊക്കെ ഞെട്ടലൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ പറയുന്നത് ഇന്നലത്തെ കോടതി വിധി ഇപ്പോൾ അവരുടെ കുടുംബക്കാർക്ക് വല്ലാതെ വൈകാരികമായി പ്രതികരിച്ചു. പക്ഷേ ഇന്നലത്തെ കോടതി വിധിയും അതിനുശേഷമുള്ള വിധി പ്രസ്താവവും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, കേരളത്തിലെ നീതിന്യായ സംവിധാനം ആരോഗ്യത്തോടെ പ്രവർത്തിക്കുന്നു, ആരോഗ്യത്തോടെ നിലനിൽക്കുന്നു എന്ന ആശ്വാസമാണ് നമുക്ക് അതിനകത്ത് വേണ്ടത്. കാരണം എന്താണ്, അതായത് തെളിവിൻ്റെ ഒരു ആനുകൂല്യമെങ്കിലും ഉണ്ടെങ്കിൽ, സംശയത്തിൻ്റെ ആനുകൂല്യം ഉണ്ടെങ്കിൽ ഒരാളെ പൂർണ്ണമായും ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് കോടതി നോക്കേണ്ട കാര്യം. പൂർണ്ണമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം ഒരാളെ കുറ്റവാളിയാക്കുക. കാരണം ഇതൊരു ഗുരുതര സ്വഭാവമുള്ള കേസാണ്. ആ കേസിനകത്ത് അയാളാണ് കുറ്റക്കാരെന്ന പൂർണ്ണമായ തെളിവുകൾ ഉണ്ടെങ്കിലേ ശിക്ഷ വിധിക്കാൻ കഴിയുമെന്ന നിയമപരമായ ക്ലിയറായ പൊസിഷൻ കോടതി എടുക്കുന്നു. നല്ല കാര്യമാണ്. അപ്പോൾ എന്താണ്, പൂർണ്ണമായ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ എത്തിക്കുക എന്നതാണ് പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും ഉത്തരവാദിത്വം. അതുകൊണ്ട് ഇന്നലത്തെ കോടതി വിധിയിൽ ഞെട്ടലൊന്നുമില്ല. കോടതി ശരിയായി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണത്. കോടതി പറയുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ തെളിവുകൾ സമാഹരിക്കുന്നതിൽ നിങ്ങൾക്ക് വീഴ്ച പറ്റിപ്പോയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ, അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു ദിവസം കഴിഞ്ഞാണ് ക്രൈം സീനിൽ വരുന്നത്, എന്നിട്ട് വേണ്ടത്ര തെളിവുകൾ സമാഹരിച്ചില്ല എന്നൊക്കെ കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതൊരു ക്രൈം അല്ല എന്ന് കോടതി പറയുന്നില്ല, ഇതൊരു കൊലപാതകമാണെന്ന് കോടതി കണ്ടെത്തുന്നുണ്ട്, ഇതിനകത്ത് സെക്ഷൽ അബ്യൂസ് ഉണ്ടെന്നുള്ള കാര്യം കോടതി കണ്ടെത്തുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ചെയ്തത് ഇയാളാണ് എന്ന് ഇപ്പോൾ അതിനകത്ത് തന്നെ ഈ ഫ്രം ദ റൂട്ട് ടു ദ ഫ്രൂട്ട് എന്നൊക്കെ പറയും. വേര് മുതൽ ഫലം വരെ കണ്ണി തെറ്റാതെ കണക്ട് ചെയ്യാൻ പോലീസിനും പ്രോസിക്യൂഷനും കഴിയണം. എന്നാൽ മാത്രമേ ഈ കേസ് തെളിയിക്കപ്പെടൂ, അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടൂ. അതിന് പോലീസിന് കഴിഞ്ഞില്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു പ്രിവിലേജും ഇല്ലാത്ത ഒരു കുട്ടിയെന്ന്. അപ്പോൾ നേരത്തെ ദാവൂദ് വാളയാറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ വാളയാറിലായാലും ഇവിടെ ആയാലും കൊല്ലപ്പെടുന്നത് പ്രിവിലേജ് ഇല്ലാത്ത കുട്ടി, അവരുടെ ജാതി ഏതാണ്, അവർ ദലിതാണ്. അപ്പോൾ ദലിതുകളായ മനുഷ്യർ കൊല്ലപ്പെടുകയും അവരാക്രമിക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ സിസ്റ്റം എടുക്കുന്ന ഒരു സമീപനത്തിൻ്റെ പ്രശ്നം ഇതിനകത്തുണ്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ദലിതൻ അല്ലെങ്കിൽ ആദിവാസി അവർ കൊല്ലപ്പെട്ടാൽ വേഗം എഴുതി തീർത്ത് കളയാം, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ വേഗം പൂർത്തിയാക്കിക്കൊണ്ട് കോടതിയിൽ കൊടുക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇതിനകത്ത് പണിയെടുക്കാൻ, ആ കുറ്റമറ്റതാക്കാൻ പോലീസിന് താല്പര്യക്കുറവുണ്ട്. വാളയാർ കേസ് തോറ്റുപോയല്ലോ, എല്ലാവരും വെറുതെ വിട്ടില്ലേ. ഇപ്പോഴും CBI ഒരു തുമ്പുമില്ലാതെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 2 കുഞ്ഞുങ്ങൾ 9 ഉം 13 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു എന്നാൽ ഒരിക്കലും ഡൈജസ്റ്റിംഗ് അല്ലാത്ത ഒരു വാദം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതിനകത്തും ഇപ്പോൾ പ്രതിയില്ല. ഇപ്പോൾ ആരാ കുറ്റവാളിയെന്ന് ചോദിച്ചാൽ ഇയാളാണ് കുറ്റവാളി നമുക്കിവിടെ പറയാൻ പറ്റില്ല. അയാളെ കുറ്റവാളിയാക്കി എന്തുകൊണ്ട് സ്ഥാപിച്ച് തൂക്കിക്കൊന്നില്ല എന്ന് ചോദിക്കാൻ നമുക്ക് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം കോടതി അയാളെ കണ്ടെത്തിയിട്ടില്ല. അയാളാണെന്ന് പോലീസ് ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ അയാളാണെന്ന് സ്ഥാപിക്കാൻ ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം പോലീസിന് കഴിയണം. അല്ലാതെ അയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് അയാളുടെ കുഴപ്പമല്ല, പോലീസിൻ്റെ കുഴപ്പമാണ്. സോ അതുകൊണ്ട് ഈ ഓരങ്ങളിലെ മനുഷ്യന്മാരുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇപ്പോൾ തന്നെ ഈ സംഭവം ഉണ്ടായി, പ്രതിപക്ഷമൊക്കെ ഏറ്റെടുക്കുക ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആകപ്പാടെ ഒരു വൈകാരിക അന്തരീക്ഷം നമ്മൾ കാണുന്നില്ല. ഉണ്ടാവേണ്ടതാണ്. കാരണം ഒരു 6 വയസ്സുള്ള കുഞ്ഞ് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട കേസാണ്. അതിനകത്ത് പോലീസിന് എങ്ങനെ ഇടപെടാൻ വേണ്ടി കഴിയുന്ന തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാവണം, രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവണം. പ്രതിപക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് അത് മാറണം. കാരണം കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരുടെ വോയിസ് വളരെ ചെറുതാണ്. അവർക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ അറിയാത്തവരാണ്, അവർക്ക് വോട്ടില്ലാത്തവരാണ്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ അല്ലെങ്കിൽ അവരെ ആ നിലയ്ക്കുള്ള ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് ആളുകൾ കാണാത്തവരാണ്. സോ അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് നമ്മൾ കുറച്ച് ഉച്ചത്തിൽ കേൾപ്പിക്കേണ്ടതുണ്ട്. അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, ദലിതുകൾ, ആദിവാസികൾ, പിന്നോക്കക്കാർ, അവരുടെ കേസുകൾക്ക് വേണ്ട ഗൗരവം വേണ്ടാന്ന് സിസ്റ്റം വിചാരിക്കുന്നെങ്കിൽ ആ ഗൗരവം ഉണ്ടാക്കി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. സോ ഈ കേസിനകത്ത് വളരെ പെട്ടെന്ന് ഒരു
അടിയന്തര സ്വഭാവത്തിലുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവട്ടെ. പുനരന്വേഷണം കൊണ്ട് പോലീസിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ പറ്റട്ടെ, തെളിയിക്കണം. എന്തായാലും ഈ കേസിൽ കുറ്റവാളിയുണ്ട്. ആ കുറ്റവാളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള ബാധ്യത ഈ മൃദുഭാവി ദൃഢകൃത്യ ടീമിനുണ്ട്. അവരത് കൊണ്ടുവരണം. 6 വയസ്സുകാരിക്കും അവരുടെ കുടുംബത്തിനും നീതി ലഭിക്കണം.